ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്തി. പിന്തുടർന്ന് ശല്യം ചെയ്തതിന് BNS 78 പോലീസ് ചുമത്തിയത്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സെൻട്രൽ പോലീസ് റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി ജിജീഷ് കർണാവറിനുണ്ട്. ജിജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ ഭാരതീയ ന്യായ സംഹിതയിലെ 78 വകുപ്പ് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ ഒരു വകുപ്പ് കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ലൈംഗിക അധിക്ഷേപ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കാത്ത നിരവധി വകുപ്പുകൾ ഉൾപ്പെടുത്തിയിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കാൻ അടക്കമുള്ള വിവിധ വകുപ്പുകളായിരുന്നു ചുമത്തിയത്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് പിന്തുടർന്ന് ശല്യം ചെയ്യുക എന്നൊരു വകുപ്പ് കൂടി ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. കേസ് കൂടുതൽ ബലപ്പെടുത്തുക, ഒപ്പം തന്നെ കോടതിയിലെത്തിയ ഈ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളിൽ പ്രതിവാദത്തിന് ഏതെങ്കിലും പഴുതുകൾ ഇല്ലാതെ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോവുക എന്ന നിലയ്ക്ക് തന്നെയാണ് പുതിയ ഒരു വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത്. നിയമവിദഗ്ധരുമായി അടക്കം ഇക്കാര്യങ്ങൾ പോലീസ് ചർച്ച ചെയ്തിരുന്നു, ആലോചിച്ചിരുന്നു. തുടർന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ BNSലെ ഈ വകുപ്പ് കൂടി ഉൾപ്പെടുത്താം എന്ന് വ്യക്തമായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർച്ചയായി, കാരണം നടിക്കെതിരെ ആദ്യം ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തി, എന്നാൽ അതിനുശേഷം അതുകൊണ്ട് അവസാനിപ്പിച്ചിരുന്നില്ല. തുടർച്ചയായി വീണ്ടും സമാനമായ രീതിയിൽ ഉള്ള പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ബോബി ചെമ്മണ്ണൂർ പങ്കുവച്ചു എന്നതായിരുന്നു വ്യക്തമായത്. ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ തെളിവുകൾ അടക്കം അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ വകുപ്പ് ചുമത്തിയിരുന്നില്ല. അതിനുശേഷമാണ് കൂടുതൽ കടുത്ത വകുപ്പുകൾ കൂടി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ദൃശ്യ കർണാറിനാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു വകുപ്പ് കൂടി പോലീസ് ചുമത്തിയിരിക്കുകയാണ്. പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതിന് BNS 78 പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സെൻട്രൽ പോലീസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടും നൽകി.